السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس اتقوا الله عباد الله. സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് SKSM കേന്ദ്ര സമിതിയുടെ അധ്യക്ഷരെ, ഉപാധ്യക്ഷരെ, നേതാക്കന്മാരെ, അതേപോലെ SKSM അഡ്ഡൂർ ഘടകത്തോ നേതാക്കന്മാരെ, ഹിരിയായങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കളെ, അതേപോലെ എൻ്റെ ഈ ശബ്ദ മുട്ടത്തിൽ നിന്നും ദൂരത്തിൽ നിന്നും കേൾക്കുന്നതായ എല്ലാ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ മജ്ലിസിനെ അല്ലാഹു തൃപ്തിപ്പെട്ടതായ നിലക്ക് ആക്കി തീർക്കട്ടെ. നാളെ മരണപ്പെട്ടിട്ട് പരലോകത്തേക്ക് ഞങ്ങൾ എത്തിയതായ സന്ദർഭത്തിൽ ഞങ്ങളെ സർവ സത്കർമ്മ അല്ലാഹു കബൂലാക്കിത്ത് ആഖിറത്തിൽ ഉപകരിക്കുന്നതായ സ്വർഗത്തിക്ക് എത്തുപാട്ടതായ അമലുര കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിക്ക് ചെല്ലുന്നതായ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതായ പ്രോഗ്രാം അയച്ചിക്കറും തൗഹീദ് ചെല്ലുന്നതായ വിഷയച്ചിക്കറ് നക്ക് തന്നത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ളതായ, എത്ര വിശദീകരിച്ചിട്ടെങ്കിലും തീരാത്തതായ, ഗൗരവമുള്ളതായ, പ്രതിയൊരു മനുഷ്യ ആണും പെണ്ണും ഗമന കൊടുക്കണായതായ, ചിന്തിക്കണായ, അത് നഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്നെന്നുമുള്ളതായ, ശാശ്വതമായിട്ടുള്ളതായ, പാരതീകമായിട്ടുള്ളതായ ജീവിതമായിത്തിക്കറ് നഷ്ടവിടത് അതൈത്തിക്കറ് തൗഹീദ്. അത് ചെറിയ വിഷയമല്ല.
ചെറിയ സമയം കൊണ്ടു ഒതുക്കി തീർக்கிற விஷயம் அல்ல. ಪ್ರತಿ ஒரு ആണ് പെണ്ണ് അങ്ങനെ അവസാനത്തെ ശ്വാസ അന്തിമ നിമിഷ റൂഹ് അങ്ങനെ തൊണ്ടര ഗുലിക്ക് എത്രത്തോളം അങ്ങനെ ഇക്കൊണായതായ ഒന്നൈത്തിക്കറ് തൗഹീദ് ചെല്ലു. ഒരാള് യഥാർത്ഥ മുസ്ലിമായിട്ട് മരിക്കറ് ചെല്ലതിരെ യഥാർത്ഥ വിശ്വാസിയായിട്ട് മുഅ്മിനായിട്ട് മരിക്കറ് ചെല്ലതിരെ ഏറ്റവും വലിയതായ ഉദാഹരണായിത്തിക്കറ് ഏറ്റവും വലിയതായ ആവശ്യമുള്ളതായ അവന്റെ ഇഹപര വിജയത്തിക്കുള്ളതായ മാർഗമായിത്തിക്കറ് ഈ ആദർശ ഈ തൗഹീദ്. അതുകൊണ്ടായിത്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് ഒർച്ചരെ അവസാനത്തെ പലക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിച്ചിന്നെങ്കിൽ ദഖലൽ ജന്ന അവನು സ്വർഗത്തിക്ക് കടക്കറണ്ടല്ല ചെന്നി. ദഖല ഫിഅ്ലു മാളിയൈത്തിക്കർ കടന്ന് താഴ്ത്തവൻ കടന്നിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപാടി ഇമാം മുസ്ലിം സ്വഹീൽ റിപ്പോർട്ട് ആക്കുന്നതായ ഹദീസിൽ നിങ്ങൾക്ക് കാണും. മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാള് മരണപ്പെട്ടത് എങ്ങനെ അയാൾ മരണപ്പെട്ടത് വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നെങ്കിൽ എന്തിരൈത്തിക്കർ ആ ലാ ഇലാഹ ഇല്ലല്ലാഹരെ അറിയുന്നത് പോലെ അറിഞ്ഞിട്ട് യഥാർത്ഥ മുവഹിദായിട്ട് സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിയിട്ട് മരിക്കുള്ളതായ സൗഭാഗ്യ കിട്ടിയിട്ടെങ്കിൽ അവനു സ്വർഗത്തിക്ക് കടന്ന ചെന്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൈത്തിക്കനാണ് ചെന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് ഈ കലിമത്തു തൗഹീദ് മണിക്കൂർ കൊണ്ടുത്ത നാല് കൊണ്ടുത്ത തീർക്കൊണായ വിഷയമല്ല. ಪ್ರತಿ ഒരു സത്യവിശ്വാസരെ അവസാന അന്തിമ നിമിഷ ഇക്കറെടുത്തോളം അവന്റെ റൂഹ് അവന്റെ തൊണ്ടര ഗുലിയിൽ ഇക്കറെടുത്തോളം ബേനായ ഒന്നയിച്ചിക്കറ്. അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കും, മഹാന്മാരായ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടിച്ചണ്ടാർ ലിഅന്ന തൗഹീദ തീർച്ചയായിട്ടും തൗഹീദ് ചെന്നെങ്കിൽ എന്തായിച്ചിക്കർ അത് ശർത്തും ഫീ സിഹ്ഹത്തി ജമീഇൽ ഇബാദത്ത് സർവ ഇബാദത്തും അത് നിസ്കാരയിച്ചിക്കും സകാത്തയിച്ചിക്കും നോമ്പയിച്ചിക്കും ഹജ്ജയിച്ചിക്കും ദാനധർമ്മയിച്ചിക്കും സോഷ്യൽ വർക്കയിച്ചിക്കും മനുഷ്യന്റെ തടി കൊണ്ടെടുക്കുന്നതായ എല്ലാ ഇബാദത്തും ആ ഇബാദത്ത് എല്ലാം സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു എക്സെപ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് സഹിയാവണുണ്ടെങ്കിൽ തൗഹീദ് ആവശ്യമായി തിക്കർ അത് ഷർത്തായി തിക്കർ അത് അതിന്റെ നിബന്ധന തിക്കർ. തൗഹീദ് വറക്കാത്ത തൗഹീദ് അറിയാത്ത ഒരു ഇബാദത്തും ഒരാളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് തുഫഅലം നീ അറിയണം അന്നൽ ഇബാദത്ത നിശ്ചയമായിട്ടും ഇബാദത്ത് ചെല്ലുന്നത് ലാ തുസമ്മ ഇബാദത്തുൻ ഇല്ലാ മഹ തൗഹീദ്. തൗഹീദ് ഇല്ലാതെ ഒരു ഇബാദത്തില്ല. ಅದಕ್ಕೆ ಇಬಾದತ್ ಚೆಲ್ട്ട് പേര് വിളിക്കില്ല. തൗഹീദില്ല, അല്ലാഹുരെ അറിയുന്നത് പോലെ അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടി തന്നതായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ചര്യലില്ല. കേവല നാമധാരി മുസ്ലിമായി ചിക്കറ, പേര് മുസ്ലിമായി ചിക്കർ, തറവാട് മുസ്ലിമരതായി ചിക്കർ, അന്തസ്സിൽ മുസ്ലിമുണ്ട് ചെൽറ. പക്ഷേ അവന്റെ ജീവിതവും ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ല. ഏതുപോലെ ചിക്കറ് പണ്ഡിതന്മാർ ഞങ്ങൾക്ക് ഖുർആനെയും ഹദീസിനെയും വിശദീകരിച്ചിട്ട് ഞങ്ങൾക്ക് വഴിപാട്ടാറ്. അന്ന സ്വലാത്ത ലാ തുസമ്മാ സലാത്തൻ ഇല്ലാ മഹാ തഹാറത്തി. ഒരാള് തഹാറത്തില്ലാമാറ്, ശുദ്ധിയില്ലാമാറ് നിസ്കരിക്കറ്. ശുദ്ധിയില്ല, ഒളു ഇല്ല, ഒളുവിന്റെ വിഷയ ആൾക്ക് ഗൊന്തില്ല. നിസ്കരിക്കൊന്നുണ്ടായെങ്കിൽ ശുദ്ധി വേണു. വലിയ ശുദ്ധിയിൽ നിന്നും അവನು ശുദ്ധിയാവണു, ചെറിയ ശുദ്ധിയിൽ നിന്നവನು ശുദ്ധിയാവണു. കുളി നിർബന്ധമായ എങ്കിൽ അവನು കുളിക്കണു, ഒളു നിർബന്ധമായ എങ്കിൽ അവನು ഒളു എടുക്കണം. ഇതിന്റെ വിഷയത്തിൽ യാതൊരു അറിവുമില്ലാതെ, നോളജ് ഇല്ലാതെ, അതില്ലാതെ നിസ്കരിக்கிறവന്റെ നിസ്കാരം എങ്ങനെ അയച്ചിക്കറ്? ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കാനാ? ആ നിസ്കാരം എന്ത് ബന്ധമായി ചിക്കറ്? ഇതുപോലെ അയച്ചിക്കറ് തൗഹീദ്. തൗഹീദ് ഇന്നെങ്കിലും മാത്രം അയച്ചിക്കറ് എല്ലാ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുന്നത്. എന്നിട്ട് ചിലത് നോക്കറു, ഫൈദാ ദഖല ശിർകു ഫിൽ ഇബാദത്തി. ഇബാദത്തിൽ ശിർക്ക് കടന്നിട്ട് വന്നിട്ടായെങ്കിൽ ഫസദത്ത്, എല്ലാ ഫാസിദായിട്ട്, എല്ലാ നഷ്ടത്തിലായിട്ട്, എല്ലാ അസിന്ധുവായിട്ട്. കൽ ഹദസ് ഇദാ ദഖല ഫി തഹാറത്തി. നിസ്കാരത്തിൽ തഹാറത്ത് എപ്രകാരം വേണു അതേപോലെ ചിക്ര ഇബാദത്തിൽ തൗഹീദ് വേണു. അതേ ചിക്ര സഹോദരന്മാരെ, അതുകൊണ്ടല്ല ഞങ്ങളെ ചടി കൊണ്ടെടുക്കുന്നതായ ഇബാദത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ ഇബാദത്ത് ചിക്ര നിസ്കാര. ആ നിസ്കാരത്തില് തക്ബീറത്തുൽ ഇഹ്റാം ചെന്ന് കൈ കെട്ടിയെന്ന് പിന്നെ എന്തൈത്തിക്കറ് ചെൽറത്, എന്തൈത്തിക്കറ് അവന്റെ റബ്ബറൊട്ടിക്ക് അവന് കരാറാക്കറത്. മനസ്സിലാക്കറു പ്രതി ഒരാളും. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇന്ന സ്വലാത്തി, നിശ്ചയമായിട്ടും നിന്റെ നിസ്കാര, വനുസ്കി, നിന്റെ ബലികർമ്മ, വമഹ്യായ വമമാതി, നിന്റെ ജീവന, നിന്റെ മരണ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആകാശങ്ങളെയും ഭൂമിയെയും അതിലിന്നതായ സകലമാന വസ്തുരെയും പടച്ചിട്ട് നിയന്ത്രിക്കുന്നതായ ഖാലിഖായ, റാസിഖായ, ജബ്ബാറായ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹു ഗൈതിക്കറ്. നാണ് മുസ്ലിമീങ്ങളിൽ പെട്ടവനായിത്തിക്കറ്. ഇതുകൊണ്ട് നിന്റെ റബ്ബിಗೆ കൽപ്പിച്ചതായിത്തിക്കറ് ചെന്ത്. പ്രതി ഒരു മുസ്ലിമും നിസ്കാരത്തിക്ക് കൈകെട്ടിട്ട് അല്ലാഹുരൊട്ടിಗೆ പ്രതിജ്ഞാക്കറ അല്ലേ? അല്ലാഹുരൊട്ടിಗೆ ആക്കറതായ പ്രതിജ്ഞ ഇച്ചിക്കർ. ലോകത്തില് വന്നതായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ തൻ്റെ സമുദായത്തിക്ക്, തൻ്റെ ഉമ്മത്തിക്ക് ഒന്നാമത് പഠിപ്പാട്ടിയത് തൗഹീദ് ഇച്ചിക്കർ. ഒന്നാമത് വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ 114 അധ്യായത്തിൽ യാർച്ചിലേറെ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദിന്റെ വിഷയ ഓർക്കല്ല, ജണ്ടുവക്കല്ല, ആവർത്തിച്ചാവർത്തിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നറ. വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായ സൂറത്ത് ഫാത്തിഹ നിങ്ങൾ നോക്കൂ.
രണ്ടാമത്തെ അധ്യായ സൂറത്ത് ബഖറ നിങ്ങൾ നോക്കൂ. ബഖറയില് പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദിന്റെ വിഷയ അല്ലാഹുക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കണം, അല്ലാഹുരെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അല്ലാഹുരൊട്ടിಗೆ മാത്രം നിങ്ങൾ തവക്കുലാക്കണം. ഈ സന്ദേശത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആവർത്തിച്ച് ചെല്ലറ. മൂന്നാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാൻ നോക്കറേണ്ടെങ്കിലും, നാലാമത്തെ അധ്യായ സൂറത്ത് നിസാ നോക്കറേണ്ടെങ്കിലും, അഞ്ചാമത്തെ അധ്യായ സൂറത്ത് മായിദ നോക്കറേണ്ടെങ്കിലും, ആറാമത്തെ അധ്യായ സൂറത്ത് അൻആം നോക്കറേണ്ടെങ്കിലും, ഏഴാമത്തെ അധ്യായ സൂറത്ത് അഅറാഫ് നോക്കറേണ്ടെങ്കിലും, എട്ടാമത്തെ അധ്യായ സൂറത്ത് അംഫാൽ നോക്കറേണ്ടെങ്കിലും, ഒലിമ്പാമത്തെ അധ്യായ സൂറത്ത് തൗബ നോക്കറേണ്ടെങ്കിലും, ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായത്തിൽ നിന്ന് യാർച്ചിലേറെ അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദിനെയും ശിർക്കിനെയും വിഷയത്തിൽ യാർച്ചിലേറെ അല്ലാഹു സുബ്ഹാനഹു തആല എച്ചരിക്കത്തണ്ട, ഞങ്ങളെ ബോധവൽക്കരിക്കുക. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആം. ആ സൂറത്ത് അൻആമിലു അല്ലാഹു സുബ്ഹാനഹു തആല 18 ബണ്ടതായ പ്രവാചകന്മാരെ പേര് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു ചെല്ലണം. 18 ബണ്ടതായ പ്രവാചകന്മാരെ പേര് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു ചെല്ലണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലത് നിങ്ങൾ നോക്കൂ. 18 പ്രവാചകന്മാരെ പേര് അല്ലാഹു തആല എടുത്തു ചെന്നിട്ട് അല്ലാഹു തആല ചെല്ലത് ദാലിക ഹുദല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതായ മാർഗദർശനമായി തിക്ർ. യഹ്ദീ ബിഹി മൻ യശാഉ, യഹ്ദീ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു അവന്റെ ദാസന്മാരിൽ നിന്ന്, അടിമകളിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിച്ച ആൽമാർക്ക് കൊടുക്കുന്നതായ ഔദാര്യമായി തിക്ർ, തൗഫീഖായി തിക്ർ. എല്ലാ ആൽമാർക്കും ഇത് ലഭിക്കല്. ഇവിടെ പ്രാസ്താവിക ഭാഷണത്തിൽ ചെന്നതുപോലെ ഈ പ്രോഗ്രാം ആരെയും ദൂരകല്ല, ആരെയും തമാസാക്കുകല്ല, ആരെയും പരിഹാസാക്കുകല്ല, ആരെയും കുടുംബ വിഷയത്തിനെ എടുത്തു ചൊല്ലുകല്ല, ആരെയും കുടുംബത്തിനെ തകർക്കുകല്ല, ആരുടെയും സൗഹാർദ്ദത്തിനെ തകർക്കുകല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം പ്രവാചകന്മാർ മുഖേന ഞങ്ങൾക്ക് എങ്ങനെയായി തിക്ർ ലഭിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായി തിക്ർ ഞങ്ങൾക്ക് പിടിപാട്ടിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കണ്ട് ജീവിച്ചതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബത്ത് എങ്ങനെയായി തിക്ർ മനസ്സിലാക്കിയത്, അതിലെന്തും കൂട്ടാതെ കുറക്കാതെ ഹക്കായിട്ടുള്ളതായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു യഥാർത്ഥമായിട്ടുള്ളതായ സന്ദേശം എന്തായി തിക്ർ, അതൊരു മുലാജുമില്ലാതെ ആർക്കും അടിമപ്പെടാതെ, അത് എത്ര വലിയവനായെങ്കിലും ആ വിഷയത്തിൽ ഒരു കോംപ്രമൈസുമില്ലാതെ ഞങ്ങളെ പരലോക വിജയിക്കണോ. മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടിയിട്ട് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിത്ത് മരിക്കണോ. അണ്ടാറും ഞങ്ങൾക്ക് റെക്കമെൻഡാക്കുകയില്ല, ഒരാളെ എൽപ്പും അണ്ടത്തെ നാളിൽ പരിഗണിക്കില്ല. ഞങ്ങൾ ഒറ്റക്കായി തിക്ർ ഖബറിൽ കിടക്കരുത്, ഒറ്റക്കായി തിക്ർ പരലോകത്തിൽ അല്ലാഹുക്ക് ഹിസാബ് ഞങ്ങൾ കൊടുക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണോ, ചിന്തിക്കണോ. ഈ ഒറ്റ കാരണത്തിന് പേനായിട്ട് മാത്രമായി തിക്ർ ഈ പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കരുത്. അതായി തിക്ർ അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലത്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ സന്മാർഗമായി തിക്ർ, അല്ലാഹു ഉദ്ദേശിച്ചതായ ആൽമാർഗം മാത്രമായി തിക്ർ അല്ലാഹു ഹിദായത്ത് കൊടുക്കരുത്. അല്ലാഹു ഉദ്ദേശിക്കാത്തതായ ആൽമാർഗം അല്ലാഹു ഹിദായത്ത് കൊടുക്കില്ല.
എത്രയെത്ര പ്രവാചകന്മാരെ ചരിത്രങ്ങളെ മുന്നിലുണ്ടു. ഒന്നാമത്തെ റസൂലായിട്ടുള്ളതായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷ ജാവും പൗലുമായിട്ട് ഈ തൗഹീദിന്റെ സന്ദേശം എത്തുപാട്ടിത്ത് ആവതുപോലെ മിത്തിമീരിത്ത് ഈ സന്ദേശത്തിനെ പ്രചരണാക്കിത്ത്. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമുക്ക് കിട്ടിയത് ചുരുങ്ങിയ ആൾമാർ മാത്രം എത്തിക്കറ്. സ്വന്തം നൂഹ് നബി അലൈഹിസ്സലാമരെ പെഞ്ഞാ ഹിദായത്തായിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാമരെ മോണ് ഹിദായത്തായിട്ടില്ല. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുള്ള അല്ല പേര് വെച്ചതായിത്തിക്കറ്. അള്ളാഹുരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിത്തിക്കറ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ദീനരെ പ്രബോധനാക്കിയിട്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഔത്തിൽ നിന്ന് ഹിദായത്ത് ഒരു അമൂല്യമായിട്ടുള്ളതായ ഒരു രത്നത്തിക്കർ അള്ളാഹു ഉദ്ദേശിച്ചതായ ആൾമാർക്ക് കൊടുക്കുന്നതായ ഏറ്റവും വലിയതായ ഒരു ഔദാര്യമായി ചിക്കർ നാണ് ചെന്നല്ലേ. പ്രവാചകന്മാർക്ക് പോലും അങ്ങ് ഉദ്ദേശിച്ചതായ ആൾമാരെ ഹിദായത്തുക്ക് സന്മാർഗത്തിരെ തെരുകു സന്മാർഗത്തിരെ വെളിച്ചത്തുക്ക് കൊൺപറകു സാധ്യമായിട്ടില്ല ചെന്ന് അള്ളാഹുര വിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ട് അതൈത്തിക്കറ്. അൻആമുലു 18 പ്രവാചകന്മാരെ പേരെടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് വലൗ അശ്റകൂ അങ്ങങ്ങാറും ശിർക്കാക്കിയിട്ടെങ്കിൽ ശിർക്കാക്കി ചിന്നിട്ടെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ അങ്ങളെ അമലെല്ലാം ബാത്തിലാവാത്ത് ആരെക്കുറിച്ച് തൈത്തിക്കറ് ചെല്ലുന്നത്. സഹോദരന്മാരെ സഹോദരിമാരെ ചിന്തിക്കണോ. മനുഷ്യന്മാരെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരായ ആൽമാരല്ലേ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠരല്ലേ റസൂലുമാർ. അങ്ങനെ വിഷയത്തിലെത്തിക്കറ അള്ളാഹു ചെല്ലുന്നത് അങ്ങങ്ങാലും ശിർക്കാക്കി തിന്നിട്ടെങ്കിൽ അള്ളാഹുക്ക് പാർട്ട്ണറാക്കി തിന്നിട്ടെങ്കിൽ അള്ളാഹുര റുബൂബിയത്തിലാവട്ടെ അള്ളാഹുര ഉലൂഹിയത്തിലാവട്ടെ അള്ളാഹുര അസ്മാ സിഫാത്തിലാവട്ടെ അള്ളാഹുക്ക് പാർട്ട്ണറാക്കുന്നതായി തിക്കറ് ഷിർക്ക്. ഈ ഷിർക്ക് ഗുരുതരമായി തിക്കറ്. ഏറ്റവും വലിയതായ ദുൽമായി തിക്കറ്. കള്ള് കുടിക്കുന്നതിനെക്കാട്ടി വലിയ ദുൽമായി തിക്കറ്. വ്യഭിചാരത്തിനെക്കാട്ടി വലിയതായ ദുൽമായി തിക്കറ്. എല്ലാ അക്രമത്തിനെക്കാട്ടി വലിയതായ അക്രമ ദുൽമു ഷിർക്കായി തിക്കറ്. ആ ഷിർക്ക് അല്ലാഹു പൊറുക്കാത്തതായി തിക്കറ്. പ്രവാചകന്മാരെ വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് അങ്ങങ്ങാലും ഒരു സമയ ഷിർക്കാക്കി തിന്നിട്ടെങ്കിൽ അങ്ങനെ എല്ലാ അമലും നിഷ്ഫലമായി പോവാത്ത ചിന്തിക്കുറ സഹോദരന്മാരെ. അതുകൊണ്ട് എത്തിക്കറ് ഈ സലഫി പ്രസ്ഥാന ഇത് തുടങ്ങിയതായ കാലത്തിന് പിന്നെ ആരെയും സ്വാർത്ഥത തീർക്കുള്ളതല്ല, ആരൊട്ടിക്കുള്ളതായ വൈരാഗ്യ തീർക്കുള്ളതല്ല. സ്നേഹത്തിൽ പുഞ്ചിരിയോടുകൂടെ വിശുദ്ധമായ ഖുർആനിനെയും സുന്നത്തിനെയും മഹാന്മാരായ സ്വഹാബത്ത് താബീങ്ങ തബഉ താബീങ്ങ സലഫു സ്വാലിഹീങ്ങ മനസ്സിലാക്കിയതുപോലെ അതിനെ മനസ്സിലാക്കിയിട്ട് എത്തുപാട്ടതായ ഒരേ ഒരു ജോബ്ദാരി അല്ലാതെ വേറെ എന്തും ഇല്ലേ. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ ഖുർആനിൽ എത്ര എത്ര ജാഗൽ ഞങ്ങൾക്ക് ചിന്തിക്കുകയായിട്ട് അല്ലാഹു തആല ചെല്ലണം. വിശുദ്ധമായ ഖുർആൻ 31 അധ്യായ സൂറത്ത് സുമർ നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല ആ സുമറിലെ 60 പിന്നെ ഉള്ളതായ ആയത്ത് നരകത്തിലെ വിഷയത്തിൽ ശക്തമായിട്ടുള്ളതായ താക്കീത് അല്ലാഹു തആല തണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് നരകത്തിലെ വിഷയം ചെന്നിട്ട്
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലത് ഒരു ഭാഗ ആൽമാര അല്ലാഹു രക്ഷപ്പെടുത്തുക ബച്ചവാക്കുക അങ്ങ് അല്ലാഹുരെ പേടിച്ചതായ ആൽമാര ഇത്തിക്റാറ് എങ്ങനെ ഇത്തിക്ര അല്ലാഹു അങ്ങനെ രക്ഷപ്പെടുത്തുക ബിമഫാസത്തിൻ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ യശ്വസ് കൊണ്ടുത്തു മുക്തി നൽകുക അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അല്ലാഹു വിജയിപ്പിക്കുക ലാ യമസ്സുഹുമുസ്സൂ ഒരു ബുദ്ധിമുട്ടും നമുക്ക് സ്പർശിക്കില്ല ഒരു ബേജാറും നമുക്ക് അനുഭവപ്പെടില്ല വലാഹും യഹ്സനൂൻ ഒരു വിഷയത്തിലും അങ്ങ് ദുഃഖിതരാവില്ല നോക്കൂ എന്തേ അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വഖീൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായിത്തിക്കറ റബ്ബു അവನು ഖാലിഖ് ആയിത്തിക്കറ അവನು എല്ലാ വിഷയത്തിലും അധികാരമുള്ളവനായിത്തിക്കറ ലഹു മഖായിദു സമാവാതി വൽ അർളി വല്ലദീന കഫറു ബിആയാതില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ ലഹു മഖായിദു സമാവാതി വൽ അർള് ആകാശങ്ങളുടെയും ഈ വിശാലമായിട്ടുള്ളതായ ഭൂമിയുടെയും താക്കോലും അവൻ്റെ കയ്യിൽ അയച്ചിക്കറ് വല്ലദീന കഫറു അതേപോലെ ഒരു ഭാഗ ആൽമാരങ്ങ കുഫറിലുള്ളാറ് സത്യനിഷേധത്തിലുള്ളാറ് ബാത്തിലങ്ങ ഉള്ളാറ് ബി ആയാത്തില്ലാ അല്ലാഹുര ആയത്ത് കൊണ്ടുത്തു അല്ലാഹുര ദൃഷ്ടാന്ത കൊണ്ടുത്തു ഉലൈക ഹുമുൽ ഖാസിറൂൻ അങ്ങ് നഷ്ടത്തിലേറ്റിക്கிறாർ പരാജയത്തിലേറ്റിക്கிறாർ ഒമ്പിച്ചതായ നഷ്ടത്തിലേറ്റിക്கிறாർ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ ചൊല്ലുകಬೇನಾಯ್ತು അല്ലാഹു തആല ചൊല്ലற കുൽ അഫഗൈറല്ലാഹി തഅമുറൂനി നബിയേ നിങ്ങ ചൊല്ലറോ അഫഗൈറല്ലാഹി തഅമുറൂനി നിങ്ങ നന്നൊട്ടിಗೆ കൽപ്പിക്കരമാ അല്ലാഹു അല്ലാത്ത ಬೇರೆವರು പടപ്പുക ഇബാദത്ത് എടുക്കുകಬೇನಾയിട്ട് നിങ്ങ നന്നൊട്ടിಗೆ കൽപ്പിക്കരമാ അയ്യുൽ ജാഹിലൂൻ ഓ വിഡ്ഢികളായിട്ടുള്ളതായ വിവരമില്ലാത്തതായ ആൾമാരെ അല്ലാഹു അല്ലാത്ത ಬೇರೆವರು പടപ്പുക ഇബാദത്ത് എടുക്കുകಬೇನಾയിട്ട് നിങ്ങ നന്നൊട്ടിಗೆ ചെൽരമാ അല്ലാഹുരെ ಬೇರೆ മഖ്ലൂഖರೊಟ್ಟಿಗೆ ಪಾರ್ಟ್ನರ್ ಅಕ್ರಮ ನಿಂಗ ಚೆಲ್ಲೋರು എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലறது നീ നോക്കൂ സൂറത്ത് സുമർ 65ാമത്തെ ആയത്ത് വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റഖത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ വലഖദ് ഊഹിയ ഇലൈക നബിയെ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ വഹീ തന്ന നിങ്ങൾക്ക് മാത്രമല്ല വഇലല്ലദീന മിൻ ഖബ്ലിക നിങ്ങളെ മുന്നിൽ വന്നതായ എല്ലാ പ്രവാചകന്മാർക്ക് നബിമാർക്ക് റസൂലുമാർക്ക് ഈ സന്ദേശത്തിന് ഞങ്ങൾ കൊടുത്തുറ എന്തായിത്തിക്കറ സന്ദേശ ലഇൻ അശ്റഖത നിങ്ങങ്ങാലും ശിർക്കാക്കി ഉണ്ടായെങ്കിൽ അല്ലാഹുക്ക് പാർട്ട്ണറാക്കി ഉണ്ടായെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ ആ കലിമത്തു തൗഹീദ് വിരുദ്ധമായിട്ട് നിങ്ങൾ ജീവിച്ചാറുണ്ടായെങ്കിൽ ലയഹ്ബതന്ന അമലുക നിങ്ങളെ അമല് പൊളിഞ്ഞു പോവും നിങ്ങളെ അമല് നഷ്ടത്തിലാവും വലതകൂനന്ന മിനൽ ഖാസിരീൻ നിങ്ങൾ നഷ്ടപ്പെട്ടതായ പരാജയപ്പെട്ടു പോയതായ ആൾമാരെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോവാറ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ തൗഹീദ് ഇത് ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, ഞങ്ങളെ ജീവിത തൗഹീദുമായി ഞങ്ങൾ ബന്ധപ്പെടുത്തില്ലെങ്കിൽ
ഞങ്ങൾ എത്ര നിസ്കരിച്ചെങ്കിലും, എത്ര നോമ്പെടുത്തിട്ടെങ്കിലും, എത്ര ദാനധർമ്മ ആക്കിയിട്ടെങ്കിലും, എത്ര ഹജ്ജ് ഉംറ ഞങ്ങൾ ആക്കിയിട്ടെങ്കിലും, ഏത് സോഷ്യൽ വർക്ക് ഞങ്ങൾ ആക്കിയിട്ടെങ്കിലും, എന്ത് അധ്വാനം ഞങ്ങൾ ആക്കിയിട്ടെങ്കിലും, പള്ളിയല്ല പള്ളിയുടെ മേൽ പള്ളി കെട്ടുപാട്ടിയിട്ടെങ്കിലും, മദ്രസ അല്ല മദ്രസയുടെ മേൽ മദ്രസ കെട്ടുപാട്ടിയിട്ടെങ്കിലും, അടിത്തരമായിട്ടുള്ളതായ ഫൗണ്ടേഷനായിട്ടുള്ളതായ വിജയത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് അള്ളാഹു പഠിപ്പാട്ടിയതായ മാർഗമായിട്ടുള്ളതായ തൗഹീദ് ഞങ്ങളെ വിശ്വാസത്തിലും ഞങ്ങളെ പ്രവൃത്തിയിലും നഷ്ടപ്പെട്ടിട്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിച്ച്. തൗഹീദുണ്ടാ എല്ലാ നിലക്ക് വിജയമായി ചിക്കർ. ഇനി നിങ്ങൾ നോക്കൊരു വിശുദ്ധമായ ഖുർആൻ പല സന്ദർഭത്തിലും ഞങ്ങൾ പാരായണാക്രാൽമാരല്ലേ. നോമ്പുലു ഒരു ഖത്ത, 2 ഖത്ത, 3 ഖത്ത, 10 ഖത്ത, ನಾನು ഖത്ത ತೀರ್ಥರ ಚಂತ ഞങ്ങൾ പല സന്ദർഭത്തിലും ചിലര കേൾക്കറ. പക്ഷേ ഖത്ത തീർത്ഥല്ലാമാര് ആ ഖുർആനിലെ സന്ദേശം മനസ്സിലാക്കുന്നത് പോലെ ഞങ്ങൾ മനസ്സിലാക്കിരാമ. വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു തആല ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, നിശ്ചയമായിട്ടും അല്ലാഹുൽ വിശ്വസിച്ചതായ ആൾമാർ, വിശ്വാസ ഇട്ടതുപോലെ വിശ്വാസ ഇട്ട ആൾമാർ, അതിനർത്ഥ തൗഹീദിനെ ഉറപ്പിച്ച ആൾമാർ, മുവഹിദായിട്ടുള്ളതായ ആൾമാർ, മുവഹിദായ നിലക്ക് അതൊരൊട്ടിക അമലു സ്വാലിഹത്താക്കിയതായ ആൾമാർ അങ്ങ് പരാജയത്തിലാവൂലേ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അങ്കൊരു ബേജാറും ഇല്ല, അങ്കൊരു പേടിയുമില്ല. എത്ര എത്ര ജാഗല് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു തീനില് അല്ലാഹു സുബ്ഹാനഹു തആല സത്യയിട്ടിട്ട് വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل السافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. الله سبحانه وتعالى والتين അത്തിര അല്ലാഹു സുബ്ഹാനഹു തആല സത്യയിട്ര, സൈത്തൂൻ ഒലിവ് അതിരെയും അല്ലാഹു സത്യയിട്ര. കാരണം അല്ലാഹുക്ക് ഏതിരെയും സത്യയിട. കാരണം അല്ലാഹു ഖാലിഖാൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു വൈച്ചിക്കറ. അല്ലാഹു അല്ലാത്ത ഏതൊന്നുണ്ട് അല്ലാഹുര ആകാശ ലോകത്തും ഭൂമി ലോകത്തും അതിന്റെ മധ്യഭാഗത്തിലും അതെല്ലാം മഖ്ലൂഖ് അയച്ചിക്കറ്, അല്ലാഹുര സൃഷ്ടികൾ അയച്ചിക്കറ്. സൃഷ്ടികൾക്ക് അല്ലാഹുരല്ലാതെ വേറെ ഒരു പടപ്പുരയും സത്യയുടെ കുച്ചീറ ഉണ്ട്. മരിച്ച ആൾമാരെയും ഔലിയാക്കന്മാരെയും പ്രവാചകന്മാരെയും പള്ളിരെയും സ്വന്തം മക്കളെ പിടിച്ചിട്ടും സത്യയിട്ടതായ അകപ്പതന ഞങ്ങളെ സമുദായത്തിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. പക്ഷേ അങ്ങ് അള്ളാഹുരെ അറിയരുത് പോലെ അറിയാത്ത സബുലൈച്ചിക്കറ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല അത്തിപ്പയം, സൈത്തൂനു, തൂരിസിന പർവ്വത നിർഭയത്വമുള്ളതായ മക്ക ചെൽറതായ ആ പുണ്യഭൂമിരെ അല്ലാഹു സത്യയിട്ര. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെൽறது ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നിശ്ചയമായിട്ടും മനുഷ്യന്മാരെ ഞങ്ങൾ ഏറ്റവും നല്ല രൂപഭാവനത്തിലെത്തിക്കുന്ന മനുഷ്യനെ ഞങ്ങൾ സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ടനായിത്തിക്കുന്ന മനുഷ്യ. വലഖദ് കറംനാ ബനി ആദം, നിശ്ചയമായിട്ടും ബനി ആദമരെ സന്തതികളെ ഞങ്ങൾ ബഹുമാനിച്ചിര, ആദരിച്ചിര. അത്രയും ഉത്കൃഷ്ടനായ നിലക്ക് ഏറ്റവും നല്ല സൃഷ്ടിയായിട്ട് സൃഷ്ടിച്ചതായ മനുഷ്യ അവന് അകപ്പതിച്ചെങ്കിൽ
ಅವನು ತೆರೆತಾನಂಟ ಎಂಗಿല് മൃഗത്തിനെ കാട്ടി അകപ്പതിച്ചിട്ട് പോണ്ട ചെന്ന് അല്ലാഹു തആല ചെന്ന സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഇത്രയും ആദരിച്ചതായ, ഇത്രയും ബഹുമാനിച്ചതായ, നല്ല രൂപഭാവനത്തില് നേരായ നിലക്ക് സൃഷ്ടിച്ചതായ മനുഷ്യ അകപ്പതനത്തിലെ അങ്ങേ അറ്റത്തേക്ക് എത്തിട്ട് നിന്ദിതമാരിൽ നിന്ന് നിന്ദനായ നിലക്ക് അവന് മടങ്ങിപ്പോണ്ട. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് ആറ് എല്ലാരും അല്ല, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, നിശ്ചയമായിട്ടും അല്ലാഹുൽ വിശ്വാസ ഇട്ടതായ ആൽമാർ വിട്ടുത്തു, യഥാർത്ഥ മുവഹിദായിട്ടുള്ളതായ ആൽമാർ, തൗഹീദ് ഉൾക്കൊണ്ടതായ ആൽമാർ, വഅമിലു സ്വാലിഹാത്ത്, അതിരൊട്ടിಗೆ സ്വാലിഹായ സത്കർമാക്കിയതായ ആൽമാർ, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, ഒരിക്കലും അങ്ക് മുറിഞ്ഞു പോവാത്തതായ, നഷ്ടപ്പെട്ടു പോവാത്തതായ പ്രതിഫലം അങ്ക് ഉണ്ട്. വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരന്മാരെ, സൃഷ്ടിച്ചതായ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയെയും അതിൽ നിന്നതായ സകലമാന വസ്തുരെയും പടച്ചിട്ട് നിയന്ത്രിച്ചിട്ട് അതുക്ക് ഹയാത്തും മൗത്തും തന്നതായ റബ്ബ്, എല്ലാം തന്നതായ റബ്ബ്, ആ റബ്ബുരെ ഒരുത്ത മറന്ന് ജീവിക്കറെങ്കിൽ എത്ര വലിയ നന്ദികേടയച്ചിക്കർ, എത്ര വലിയ അകപ്പതനയച്ചിക്കർ, എത്ര വലിയ നന്ദി കെട്ടവനയച്ചിക്കറ്. ആ റബ്ബുക അർപ്പിക്കണായതായ ഇബാദത്ത് ആ റബ്ബുര മഖ്ലൂഖിര മേൽ അർപ്പിക്കറെങ്കിൽ, അങ്ങളെ മേൽ തവക്കുലാക്കറെങ്കിൽ, അങ്ങളെ പേരിൽ നേർച്ച വെളിപ്പാട് നിർത്തറെങ്കിൽ, അങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കറെങ്കിൽ എത്രത്തോളം ഉള്ളതായ അകപ്പതനയച്ചിക്കറ് സഹോദരന്മാരെ. ഇതയച്ചിക്കറ് ഞങ്ങൾ ചെന്നുകൊണ്ടുള്ളത് തൗഹീദിനെ മനസ്സിലാക്കണോ. ഇത് ചുരുങ്ങിയ സമയത്തിൽ തീർക്കുന്നതായ വിഷയമല്ല, ഇത് പരലോകത്തിലെ വിജയത്തിലെ മാർഗമായിട്ടിക്കറ്. ഇത് നഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട്, എല്ലാം പരാജയപ്പെട്ടിട്ട് ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കുക സാധ്യമല്ല. അത്രയും ഗൗരവമായിട്ട് ഞങ്ങൾ ചിന്തിക്കണായ, മനസ്സിലാക്കണായ വിഷയത്തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനില് അല്ലാഹു ഉണർത്തിയതുപോലെ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, പ്രതിയൊരു സമുദായത്തിലും പ്രതിയൊരു ഉമ്മത്തിലും ഞങ്ങൾ റസൂലുരെ നിയോഗിച്ചിര. എന്ത് കഴിച്ചിക്കറ? അനിയഅ്ബുദുല്ലാഹ്, അല്ലാഹുരെ മാത്രം ആരാധിക്കുക ബേനായിട്ട്, ഈ സന്ദേശത്തിനെ എത്തുപാട്ടി കൊടുക്കുക ബേനായിട്ട് തന്റെ സമുദായത്തിക്ക്. വജ്തനിബു താഗൂത്ത്, വജ്തനിബു താഗൂത്ത്, താഗൂത്തിനെ വിട്ടുവിടുക ബേനായിട്ട്. കുല്ലുമാ ഉബിദ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടതായ ഏത് വസ്തുണ്ടാ അതെല്ലാം താഗൂത്തിൽ ഉൾപ്പെടുക. അത് ശൈത്താനാവട്ടെ, വിഗ്രഹമാവട്ടെ, ഏത് വസ്തു വേണമെങ്കിലും ആവട്ടെ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടതായ ഏത് വസ്തു ഇന്നുണ്ടെങ്കിലും അത് താഗൂത്തിൽ ഉൾപ്പെടുക. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അനാ ഫഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് അംബിയായിലെ 21-ാമത്തെ അധ്യായ സൂറത്ത് അംബിയായിൽ അല്ലാഹു തആല ചെന്ന വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, ഒരു റസൂലിനെയും നബിയെ നിങ്ങൾക്ക് മുന്നുള്ള ഞങ്ങൾ കടത്തിട്ടില്ല. എന്തായിത്തിക്കറ്? ഇല്ലാ നൂഹി ഇലൈഹി, അങ്ക് സന്ദേശം കൊടുത്തിട്ടല്ലാമാറ്, അങ്ക് വഹീ കൊടുത്തിട്ടല്ല അല്ലാമാറ്. എന്തായിത്തിക്കറ ആ സന്ദേശ? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹ് ഇല്ലേ ഇല്ല, അല്ലാഹു മാത്രം ആരാധനക്കർഹൻ, അവനക്ക് മാത്രം ഇബാദത്ത് എടുക്കണം, അവനെ വിളിച്ചിട്ട് മാത്രം തേടണോ. സർവ ഇബാദത്തും അല്ലാഹുക്ക് മാത്രമായിട്ട് വേണോ, അല്ലാഹുരെ മാത്രം ആരാധിക്കണോ. ചെല്ലതായ ഈ സന്ദേശം കൊടുക്കാമാറ്, ഈ ദിവ്യ സന്ദേശം കൊടുക്കാമാറ് ലോകത്ത് ഒരു റസൂലിനെയും ഞങ്ങൾ കടത്തിത്തില്ല, നിയോഗിച്ചിട്ടില്ല ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന. അതുകൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആൻ മാനവ കുലത്തെ മനുഷ്യവർഗത്തിൽ അല്ലാഹു തആല വിളിച്ചു ചെന്നത്. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായ സൂറത്ത് ബഖറയിലെ 21-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്
ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കോರು, ആ റബ്ബുക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കോರು. അല്ലദീ, അവന് എങ്ങനത്തെ റബ്ബ് ഐത്തിക്കറ, ഖലഖക്കും, നിങ്ങൾ അവന് സൃഷ്ടിച്ചവനായിത്തിക്കറ, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മാത്രല്ല നിങ്ങൾക്ക് മുന്നിൽ ആൾമാരെയും സൃഷ്ടിച്ചവനായിത്തിക്കറ. എന്തുക്ക്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളതായ, അല്ലാഹുവിനെ പേടിയുള്ളതായ ആൾമാരായി തീരുകയായിട്ട് ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണായ വിഷയത്തിക്കറ്. എൻ്റെ പ്രാസ്താവിക ഭാഷണത്തിൽ നിങ്ങൾ കേട്ടതുപോലെ മുസ്ലിം സമുദായത്തിൽ യാർച്ചിലേറെ മക്ക യുവത്വത്തിക്ക് കാലെടുത്ത് വെച്ചതായ മക്ക എൻ്റെ ഉമ്മ അബ്ബരെ കൈ തപ്പിയണ്ണുണ്ടോ, ഉമ്മ അബ്ബരെ പോലും പരിചയമില്ലാത്തതായ അവസ്ഥക്ക് എത്തിയോണ്ടുണ്ടോ. സഹോദരന്മാരെ, എന്തൈത്തിക്കറി ഈ ഒരു അവസ്ഥക്ക് അകപ്പതിക്കുള്ളതായ കാരണ ഗാഞ്ചരെ പെറവലു, ഡ്രഗ്സിരെ പെറവലു, അതുപോലെയുള്ളതായ അമലു പദാർത്ഥത്തിന് അടിമപ്പെട്ടിട്ട് ഇതാ ഔത്തുക്ക് പോലും പണ്ടത് നശയോട് കൂടി തെറ്റിക്കറ്. കോളേജിക്ക് പോയതായ മക്ക ഔത്തുക്ക് തിരിച്ചു പണ്ടത് വേറെ ഒരു രൂപത്തിലെത്തിക്കറ്. സ്വന്തം അബ്ബരെ മറന്നിട്ട്, ഉമ്മരെ മറന്നിട്ട്, പെങ്ങളെ മറന്നിട്ട്, കുടുംബത്തിനെ മറന്നിട്ട് അബ്ബ ഉമ്മരെ കൈത്തപ്പുരതായ ഒരവസ്ഥ പോലും ഉണ്ട് ഞങ്ങൾ സമുദായത്തിൽ കണ്ടുകൊണ്ടുള്ള. ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ കേരളത്തിലെ ഒരു വീഡിയോ വന്നിട്ട് അയാള് തൻ്റെ മോന്റെ കാര്യത്തിൽ ബുൽപുട്ടുത്തോ അവസാന സോഷ്യൽ മീഡിയയുടെ എതിരുള്ള അയാൾ ചെല്ലത് പരിശുദ്ധമായ ഇസ്ലാമിലു മക്കളെ കൊല്ലുകു അനുവാദ തന്നിട്ടെങ്കില് വല്ലാഹി നിന്റെ മോനെ ನಾನು ಕೊಲ್ಲಾತೆ, ನಾನು ಬಾಕಿ ಬೆಕ್ಕಲಾತೆ, ನಕ್ಕು ഒരു മോനുള്ളേ, ആ മോനെ ನಾನು ബാക്കി വെക്കലാന്ന് എന്തുകൊടുത്തു? അത്രയും ആ മോനെ കൊണ്ടുത്ത് ನಾನು ബുദ്ധിമുട്ടിയെ, അത്രയും ഞാൻ ആ മോനെ കൊണ്ടുത്ത് കഷ്ടപ്പാട് സഹിച്ചേ, ബുദ്ധിമുട്ടിന്റെ മേൽ ഞാൻ ബുദ്ധിമുട്ട് സഹിച്ചേ. ഇങ്ങനെ എത്ര എത്ര അബ്ബമാർ, എത്ര സഹോദരിമാർ തൻ്റെ മക്കളെ കാര്യത്തിൽ ദുഃഖിച്ചുകൊണ്ടുള്ളാർ. എന്തുകൊണ്ടു സഹോദരന്മാരെ, ആ മക്കൾക്ക് പടച്ച റബ്ബരെ മനസ്സിലാക്കുന്നതായ രൂപത്തിൽ അങ്ങ് മനസ്സിലാക്കി തിന്നിട്ടെങ്കിൽ, ಅದಕ್ಕೆ അവസര കൊടുത്തു തിന്നിട്ടെങ്കിൽ, ಅದಕ್ಕುള്ളതായ മദ്രസത്തുക്കും കോളേജിക്കും നിങ്ങൾ കടത്തി തിന്നിട്ടെങ്കിൽ, ആ മക്കളെ ദീനുൽ ഇസ്ലാമരെ ചട്ടക്കൂട്ടിൽ ബൽത്തി തിന്നിട്ടെങ്കിൽ, ആ മക്കൾക്ക് ഉത്ബോധന കൊടുത്തി തിന്നിട്ടെങ്കിൽ, ആ മക്കളെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്തി തിന്നിട്ടെങ്കിൽ, ആ മക്കളെ യഥാർത്ഥമായ ഇസ്ലാമരെ നൈജ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മക്കൾക്ക് നിങ്ങൾ ദീനിനെ പഠിപ്പാട്ടിച്ചത് ദീനുമായിട്ടുള്ളതായ കാര്യത്തിന് പ്രചോദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മക്ക തെരുത്തപ്പലെ, ആ മക്ക ഒരു അനിസ്ലാമികമായ കാര്യത്തിലും പോവലെ, ഒരു ഹറാമുരെ പെറവിലും പോവലെ, ഒരു ദുർമാർഗത്തിലെ പെറവിലും പോവലെ, ആ മക്ക അല്ലാഹുരെ പേടിക്കും. അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂഖുക ഇബാദത്ത് എടുക്കലെ, അല്ലാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനെയും വിളിച്ച് തങ്ങ തേടലെ. 5 വക്ത് നിസ്കാര കൃത്യമായിട്ട് നിസ്കരിച്ചിട്ട് മനസ്സ് പൊട്ടിട്ട് അല്ലാഹുരൊട്ടിಗೆ പ്രാർത്ഥിക്കുവാറങ്ങ ആ ഒരു സൗഭാഗ്യം കിട്ടേണ്ടെങ്കിൽ അത് യഥാർത്ഥമായിട്ടുള്ളതായ ഈ ആദർശത്തിന് കടന്നു വന്നിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കരുത് ചെല്ലുന്നത് എത്ര ഉദാഹരണങ്ങൾ ഞങ്ങൾ എതിർലുണ്ട്. ഞാൻ വിശദീകരിക്കുക പോണ്ടില്ലേ, ഞാൻ നിപ്പാട്ടൊക്കെ പോണ്ടേ. എൻ്റെ സഹോദരന്മാരെ ഞങ്ങൾ ചിന്തിക്കണം, ഞങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടു ഞങ്ങളെ ഈ പ്രസംഗ ആരെയും വെറുപ്പ് കൂട്ടുക, അരസപരപ്പാട്ടുള്ളതല്ല. ഇസ്ലാം ഒരു നൈജമായിട്ടുള്ളതായ സന്ദേശ എന്തു മൂടി വെക്കാമാറ് ഹക്കായ നിലക്ക് ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കുന്നതായ എല്ലാ ജവാബ്ദാറും പ്രതി ഒരാളെ മേൽ ഉണ്ടു ചെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ കാരണത്തിൽ, ഞങ്ങളെ അശ്രദ്ധല്, ഞങ്ങൾ ദീന് പഠിക്കാമാറ്, ദീന് മനസ്സിലാക്കാമാറ് ഞങ്ങളെ മക്ക തെരുത്തപ്പിയെങ്കിൽ, ഞങ്ങളെ സഹോദരന്മാർ തെരുത്തപ്പിയെങ്കിൽ തീർച്ചയായിട്ടും നാളെ പടച്ചിറപ്പുറ എതിർലു ഞങ്ങൾ ഉത്തര ചെല്ലുണകായിട്ട് പണ്ട് ചെല്ലതായ ഒരു ബോധത്തോട് കൂടിത്ത് ഞങ്ങൾ ജീവിക്കണോ, ഞങ്ങളെ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റണോ. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം ഈ റായത്തുക്കും ചുറ്റുഭാഗത്തുക്കും സോഷ്യൽ മീഡിയയിൽ ദുനിയാവിലെ മുക്കുമൂലയിൽ നിന്ന് കേൾക്കുന്നതായ സർവ മനുഷ്യന്മാർക്കും സർവ മുസ്ലിമീങ്ങൾക്കും ഇത് ഉപകരിക്കട്ടെ. നാളെ ആഖിറത്തില് സ്വർഗത്തിക്ക് എത്തുപാറ്റതായ അമലായിട്ട് അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. ഇതിക്ക് വേനായിട്ട് തടി കൊണ്ടും മതിൽ കൊണ്ടും സഹകരിച്ച എല്ലാ ആൾമാർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.